ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. സെക്കൻഡ് കാർഡ് വന്നത് പേജ് ഓഫ് കപ്സ് ആണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് ആണ്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻഡിക്കിൾ ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് പെൻഡിക്കിൾ ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബോട്ടം ഓഫ് ഡെക്ക് 6 ഓഫ് സോർഡ്സ് ആൻഡ് ഏസ് ഓഫ് പെൻഡിക്കിൾ. കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അഭിനിവേശം, പക്വത, വിജയം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. പക്ഷേ അവർക്ക് പക്വത എല്ലാം സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. നിങ്ങളെ സ്നേഹത്തിൽ, അതായത് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാൻഡ് എടുക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും എല്ലാ കഴിവും ഉണ്ട്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവർ നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അവരുടെ ഫീലിങ്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. അതേപോലെ പേജ് ഓഫ് കപ്സ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയും സർഗാത്മകതമായ പ്രതീകമാണ്. പേജ് ഓഫ് കപ്സ് പുതിയ സാധ്യതകൾ, ആശയങ്ങൾ തുറന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സ് തുറക്കുക എന്നൊക്കെ പറയില്ലേ, മനസ്സ് തുറന്നിട്ടൊന്ന് സംസാരിക്കണം, അങ്ങനെയൊക്കെ ഒരു തോട്ടാണ്. നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് കപ്സ്. പക്ഷേ ഇതിന് ജിജ്ഞാസ, അതായത് നിങ്ങളിലുള്ളിലുള്ള ഒരു നിങ്ങളുള്ളിലുള്ളത് എന്താണെന്ന് അറിയാനുള്ളൊരു തിടുക്കം അവർക്കുണ്ട്. ഓക്കെ, ഇത് സെപ്പറേഷൻ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. അല്ലാതെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ചിലവരിത് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അവരൊരു പരിപാടി, ഒരു ആഘോഷത്തിൻ്റെ ഒരു എന്താ പറയുക, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അവരെ കുടുംബത്തിലോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലവർ ഒരു ഏർപ്പെട്ട് സെലിബ്രേഷൻ ചെയ്യുന്നൊരു ഇതും കൂടെ കാണുന്നത്. പക്ഷേ എന്തൊക്കെ സെലിബ്രേഷൻ ചെയ്തിട്ട് എന്താണ്, നിങ്ങളിതിൽ സ്റ്റക്കാണ്. നിങ്ങളായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, നിങ്ങളോടുള്ള ഫീലിങ്സിലൊക്കെ അവരെന്ത് സ്റ്റാൻഡ് എടുക്കണം, ഒരു ജിജ്ഞാസയോട് കൂടിയിട്ടുള്ളൊരു തോട്ടാണ് അവരത്. ഓക്കെ, അപ്പോൾ രാത്രിയാകുമ്പോൾ അവർ ഫ്രണ്ട്സുകളെ കൂടെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്നുണ്ടാവും. ഓക്കെ, രാത്രിയോ പകലോ, പക്ഷേ അവർ ഒറ്റക്കാകുമ്പോൾ അവർക്ക് നല്ല ഫീലിങ്സ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അവർ പാർട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പോവാറുണ്ട്. എന്നിട്ട് അവർ അതൊക്കെ ഒന്ന് മറന്ന് ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നതാണ്. പക്ഷേ ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഫീലിങ്സൊക്കെയാണ് വരുന്നത്. ഒരു നിസ്സംഗത തോന്നുക, ഒരു കുടുങ്ങിപ്പോയ പോലെ, ഒരു ഉള്ളറയിൽ ഒരു കിടുങ്ങി കിടക്കണ പോലെയൊക്കെ തോന്നുകയാണ് അവർക്ക്. ഓക്കെ, അടുത്തത് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇവർ കണ്ടില്ല, ഒരു കപ്പ് ഓഫർ ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇവർ നിൽക്കുന്നത്. കണ്ടോ, ഒരു കപ്പ് ഓഫർ ചെയ്യാൻ നിൽക്കുകയാണ്. വികാരങ്ങൾ നിയന്ത്രിച്ച് വിൽക്കുന്നുണ്ട്. നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, നല്ല കഴിവുള്ളൊരു വ്യക്തിയും കൂടെയാണ് നിങ്ങൾ പേഴ്സൺ. നല്ല കഴിവുള്ളൊരു വ്യക്തി ആയിരിക്കാം. അതേപോലെ തന്നെ നല്ലൊരു അഡ്വൈസ്മെൻ്റൊക്കെ തരുന്നൊരു ഗുഡ് അഡ്വൈസൊക്കെ തരുന്ന ഒരാളായിരിക്കാം. ജിജ്ഞാസ, ഭയങ്കര വിസ്റ്റമുള്ള ഒരാളായിരിക്കാം. വിശ്വസ്തനായിരിക്കാം. ഓക്കെ, നല്ലൊരു എല്ലാം തുറന്ന് പറയാൻ പറ്റിയൊരു വിശ്വസ്തനായിരിക്കാം. പക്ഷേ അവർ എന്താ പറഞ്ഞ വികാരങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വെക്കുകയാണ്. പക്ഷെ നിങ്ങളോട് കപ്പ് ഓഫർ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, എല്ലാം തുറന്ന് പറഞ്ഞ് കപ്പ് ഓഫർ ചെയ്യണം എന്നുണ്ട്. കപ്പ് ഓഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻഡിക്കിൾ ആണ്. 8 ഓഫ് പെൻഡിക്കിളിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ആണ്. അവരവരുടെ കരിയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തോട്ട്സ് മുഴുവനും അതാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കാര്യവും ചിന്തിക്കുന്നുണ്ട് ചിലവരെടുത്തോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചിലർ വിദേശത്തൊക്കെ പഠിക്കുകയോ വലിയ ഉയർന്ന കോഴ്സൊക്കെ പഠിക്കുന്ന ആളായിരിക്കും. ഓക്കെ, അങ്ങനെ പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ അതിലൂടെ പ്രയത്നം കണ്ടെത്തുകയാണ്.
അതെങ്ങനെയെങ്കിലും പഠിച്ചൊരു മുഴുവനാക്കണം, നേടിയെടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലും ആ ഒരു കഠിനാധ്വാനത്തിലൂടെ ഒക്കെ പോകുന്നതിന് സൂചിപ്പിക്കുന്നു. പിന്നെ ചിലവർക്ക് കരിയർ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇതും കൂടെ കാണുന്നുണ്ട്. ചിലവർ നിങ്ങളുടെ പ്രണയത്തിലൊരു സ്റ്റാൻഡ് എടുത്ത് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു തോട്ടും കൂടെ ഉണ്ട് ചിലവരുത് കേട്ടോ. ചിലരുത് ഇവരുടെ കരിയറിൻ്റെ തിരക്കിലും കാര്യത്തിലും ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, മതിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവില്ല. ഓക്കെ, 5 ഓഫ് പെൻഡിക്കിൾ പറയുന്ന പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അവർക്ക്. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് താൽക്കാലികം മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഹെൽത്ത് കണ്ടീഷനായിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ താൽക്കാലികം എന്നാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ മാറി, ചിലപ്പോൾ സിറ്റുവേഷൻ മാറി മറിയും. ഓക്കെ, 4 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്തുള്ള ഫ്രണ്ട്സുകളെ പരിപാടിയിലോ ആഘോഷിക്കാനുള്ള ആ ഒരു സമയത്തിലൊക്കെ ആയിരിക്കും അവർ. അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അവർ എന്താ പറയുക, അവരുടേതായ കാര്യങ്ങൾ, അതായത് അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്ന ഒരു കാര്യം കൂടാണിത്. പിന്നെ ചിലർക്ക് വിവാഹത്തിനെ സൂചിപ്പിക്കുന്ന കാര്യം കൂടാണ് ചിലവർക്ക് കേട്ടോ. ചിലർക്ക് വിവാഹം ചിലപ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, വിവാഹം കഴിക്കാനുള്ളൊരു പേഴ്സണായിട്ടായിരിക്കാം നിങ്ങളെ കാണുന്നത്. അങ്ങനെയുണ്ട്. ഓക്കെ, ആഘോഷത്തിലൊക്കെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കാനും അതേപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സുകളുടെ കൂടെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട് ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് ഉല്ലസിക്കണം എന്നുള്ളൊരു തോട്ടം കൂടെ ചിലർക്കുണ്ട്. ആ ഒരു തോട്ടിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആൾ എന്ത് പരിപാടിക്ക് പോയാലും എവിടെയാണെങ്കിലും ഒരു ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെ ഉണ്ടാവും അവർക്ക്. നിങ്ങളിൽ നിന്ന് എന്തോ അകൽച്ച, ഒരുപാട് അകന്നുപോയി എന്നുള്ളൊരു തോന്നലൊക്കെ, കുടുങ്ങിപ്പോയ അവസ്ഥ, അതേപോലെ ഒന്നിനോടൊരു ചിന്ത ഇല്ലാത്തതുപോലെയാണ് 4 ഓഫ് കപ്സിൻ്റെ ആ ഇരുത്തം കണ്ടില്ല അവരുടെ. ഓക്കെ, ആത്മപരിശോധന നടത്താം അവരെ ഉള്ളിൽ നിന്നിട്ട് അവരെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആത്മപരിശോധന നടത്താം. നമ്മൾ കണ്ടില്ല, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ എന്താ പറയുക, വിവരിച്ച് അതിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന് അതങ്ങനെയാണോ ഇങ്ങനെയാണോ നമ്മളിങ്ങനെ തികഞ്ഞാലോചിക്കില്ലേ, അതാണ് അവർ ആ ഒരു ആലോചനയിൽ മുങ്ങിക്കിടക്കാണ്. എന്തൊക്കെ അവസരങ്ങൾ വന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെപ്പറ്റിയുള്ള ഒരേ ഒരു തോട്ട്സാണ് അവർക്ക്. ഓക്കെ, ബോട്ടം ഔട്ടൊക്കെ എന്ന് പറഞ്ഞാൽ 6 ഓഫ് വാളാണ് വന്നിരിക്കുന്നത്. ഇവിടെ സൂചന വെക്കണമെന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകുക എന്നുള്ള സൂചനയും കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പഴയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ ഇമോഷൻസ് ആയിരിക്കാം കേട്ടോ, വാട്ടറാണ് ഇവിടെ കാണുന്നത്. അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ആയിരിക്കാം. അതവർ ഉപേക്ഷിച്ചിട്ട് അവർ വേറെ എന്തിനോ തേടി പോവുകയാണ്. അതായത് അവരിതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു പുതിയൊരു തുടക്കത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടാണ്. ഓക്കെ, പുതിയൊരു സ്റ്റാൻഡ് എടുക്കണം, കഴിഞ്ഞ കാലമൊക്കെ ചിന്തിക്കാനും അത് ഒന്നും വേണ്ട എന്നുള്ള ഒരു പുതിയ ഭാവിയിലേക്ക് നീങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലും കൂടാണ് അവർ. ഓക്കെ, അപ്പോൾ ചിലവർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, കടലൊക്കെ കടന്നു പോകുന്നവരായിരിക്കാം, മറ്റുള്ള കൺട്രിയിലായിരിക്കാം ചിലർ. ഓക്കെ, അവർക്ക് ഒരുപാട് ചോയ്സുകൾ വരുന്നുണ്ട്. അതായത് പുതിയ ഓപ്പർച്യൂണിറ്റികളൊക്കെ വരുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടും കൈവരിക്കാനുള്ളൊരു തുടക്കം. അവരെന്തെങ്കിലും ഡെപ്പോസിറ്റോ അങ്ങനെ എന്തെങ്കിലും, ഡെപ്പോസിറ്റ് എന്നല്ല, എന്തെങ്കിലും ഒരു അവരുടെ എനർജി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വർദ്ധിക്കാനുള്ളൊരു പുതിയൊരു അവസരം. ഓക്കെ, അങ്ങനെ അതുണ്ട്. പക്ഷേ അവർ അതൊക്കെ വേണമെന്നുള്ളൊരു തന്ത്രപ്പാടിൽ തന്നെയാണ് പോകുന്നത്. ഒരു പുതിയൊരു ഇതൊക്കെ ഒന്ന് അവരുടെ ജീവിതം ഒന്നൊന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട്, അവരുടെ കാര്യങ്ങളും അതിൽ ഇതാകും. പക്ഷേ നിങ്ങളുടെ കാര്യം വരുമ്പോൾ അവർ ഭയങ്കര ഇമോഷൻസും കാര്യങ്ങളാണ്. പക്ഷേ ആളുകളുടെ ഇടയിൽ എന്താ പറയുക, നല്ല രീതിയിൽ സംസാരിക്കും, നല്ല രീതിയിൽ അവരോട് പെരുമാറും, നല്ല രീതിയിൽ തന്നെയാണ് അവരോട് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിക്കുമ്പോൾ അവർ ഒറ്റപ്പെടുമ്പോൾ ഭയങ്കര ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇത് സ്ഥിരമായ ബന്ധത്തിനെയും സൂചിപ്പിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഓക്കെ, അതിപ്പോൾ ആരും ഇടയിൽ വന്നിട്ടും കാര്യമില്ല. പക്ഷെ അവർക്ക് നിങ്ങളോടാണ് ഇമോഷൻസ്. ചിലർ കണ്ടില്ല, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും.
എന്തും തുറന്ന് പറയാനുള്ളൊരു നിസ്സംഗതത എല്ലാം ഉണ്ടാവും, ഒരു തോന്നൽ നമ്മൾ കാണുമ്പോഴൊക്കെ. അപ്പോൾ അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും വാച്ച് ചെയ്യാവുന്ന റീഡിംഗുമാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് ഡേ. താങ്ക് യു.